എല്ലാവർക്കും നമസ്കാരം. ചില പ്രോഡക്റ്റുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചില ബ്രാൻഡിന്റെ പേര് ഓർമ്മയിൽ വരും. ചില വാക്കുകൾ കേൾക്കുമ്പോൾ ചില പ്രശസ്തരുടെ പേരുകൾ ഓർമ്മയിൽ വരും. അങ്ങനെ പലതും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവാം. പണ്ട് മുതലേ നമ്മൾ കേട്ട് ശീലിച്ചതാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോൾഗേറ്റ് ആണ്. കോൾഗേറ്റ് എന്ന ഒരു ബ്രാൻഡ് എല്ലാവരുടെയും മനസ്സിൽ പൊസിഷൻ ചെയ്യപ്പെട്ട ഏറ്റവും കോൺക്രീറ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെയാണ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പേരാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. മല കയറുന്ന വലിയ വണ്ടിയുടെ പേര് പറഞ്ഞാൽ, ഫോർ വീലുള്ള വണ്ടിയുടെ പേര് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മയിൽ വരുന്നത് ജീപ്പ് ആയിരിക്കും. അത് മഹേന്ദ്ര കമ്പനി ആണെങ്കിലും അതിനു മുമ്പ് വന്ന ജീപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയത്. അതുപോലെ പശ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഫെവിക്കോൾ ആയിരിക്കും. ക്രിക്കറ്റ് എന്ന് കേട്ടാൽ, ബൂസ്റ്റ് എന്ന് കേട്ടാൽ എനിക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഫുട്ബോൾ എന്ന് കേട്ടാൽ മനസ്സിൽ വരുന്നത് റൊണാൾഡോയും അതോടൊപ്പം തന്നെ മറഡോണയും അതുപോലെയുള്ള ആളുകളാണ്. മെസ്സിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. എന്നാൽ സ്വപ്നം എന്ന് കേട്ടാൽ, ഡ്രീം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു വ്യക്തി APJ അബ്ദുൽ കലാമാണ്. സക്സസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് APJ അബ്ദുൽ കലാമിനെ ഓർമ്മ വരും. രാമേശ്വരം എന്ന് കേൾക്കുമ്പോൾ APJ അബ്ദുൽ കലാമിനെ ഓർമ്മ വരും. അതേപോലെ മിസൈൽ മാൻ എന്ന് കേട്ടാൽ, മിസൈൽ എന്ന് കേൾക്കുമ്പോഴും അദ്ദേഹത്തെ നമുക്ക് ഓർമ്മ വരും. ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് കേൾക്കുമ്പോഴും APJ അബ്ദുൽ കലാമിനെ ഓർമ്മ വരും. മഹാനായ APJ അബ്ദുൽ കലാം അത്രത്തോളം മാർക്കുകളാണ് നമ്മുടെ മനസ്സിൽ ബാക്കി വെച്ചിട്ട് പോയത്. നമുക്ക് ഒരു മനുഷ്യനെ കുറിച്ച് ഓർക്കാൻ, അതുപോലെ നമ്മൾ എന്ത് അടയാളമാണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ യുവാക്കളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച, സ്വപ്നം കണ്ട് പഠിപ്പിച്ച വാക്കുകൾ അത്രത്തോളം ശക്തമായി യുവാക്കളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കിയ, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയി അവതരിപ്പിച്ച, എല്ലാവരെയും ചേർത്തു പിടിച്ച ഒരു വ്യക്തിയായിരുന്നു APJ അബ്ദുൽ കലാം. അതുപോലെ ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഒരു പ്രോഡക്റ്റ് കേൾക്കുമ്പോൾ ഒരു ബ്രാൻഡ് ആവുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അടയാളം ഇവിടെ അവശേഷിപ്പിച്ച് നമുക്ക് നമ്മുടെ അടയാളങ്ങൾ അവശേഷിപ്പിച്ച് പോവാൻ സാധിക്കട്ടെ. അതിനെല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.